നേരത്തെ പറഞ്ഞതുപോലെ ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഐഡിയോ ആധാർ കാർഡോ സ്വീകരിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിരുന്നത്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ ID സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത്? കാരണം കഴിഞ്ഞ വർഷം വോട്ട് ചെയ്ത പലരെയും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവരെ, അവരിൽ പലരെയും ഈ പട്ടികയിൽ നിന്ന് മാറ്റേണ്ടതുണ്ടായിരുന്നു. അത് ഗവൺമെന്റിന്റെ നിർബന്ധമായിരുന്നു, ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ വോട്ടർ ID പോലും ഒരാളിന്റെ പൗരത്വത്തിന്റെ തെളിവായിട്ട് സ്വീകരിക്കുകയില്ല എന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. ഇപ്പതാ സുപ്രീം കോടതി വിധി വന്നതിനെ തുടർന്ന് ആധാർ കാർഡ് സ്വീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകി കഴിഞ്ഞു. വാസ്തവത്തിൽ ഇതൊക്കെ ഒരു പരാജയമല്ലേ? ഈ ഇലക്ഷൻ കമ്മീഷൻ ഒപ്പം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്ര വലിയ ഭൂരിപക്ഷമൊന്നും നേടിയല്ല ഈ NDAയും അല്ലെങ്കിൽ BJPയും ഒക്കെ ഈ രാജ്യം ഭരിക്കുന്നത്. BJPക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷമില്ല. TDPയുടെയും JDUവിന്റെയും പിന്തുണ കൊണ്ടാണ് ഭരിക്കുന്നത്. 42.5% മാത്രമാണ് NDAയ്ക്ക് കിട്ടിയ വോട്ട് വിഹിതം എന്ന് പറയുന്നത്. ഇന്ത്യ സഖ്യത്തിനാകട്ടെ 40.6% വോട്ടുകൾ ലഭിച്ചു. ഏതാണ്ടൊക്കെ തുല്യമാണ്.